ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ എന്നല്ല, ഇന്നത്തെ ദിവസം നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ദോശയൊക്കെ ചുടാനായിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നീഹക്കുട്ടിന് ദോശ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും അതാണ് കുറച്ചുകൂടെ എളുപ്പം, ചെയ്യാനായിട്ട് എളുപ്പം അതായതുകൊണ്ട്. കാരണം ഒരു തവണ മാവ് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ആക്കാനും ദോശയാക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഇടയ്ക്ക് ഒരു സമയം മൊത്തം ഇഡ്ഡലി ദോശ സാമ്പാർ തന്നെയായിരുന്നു. പിന്നെ നീക്കുട്ടൻ വന്നു കേട്ടോ. നീക്കുട്ടൻ കളിച്ചോണ്ടിരുന്നിട്ട് വന്നു. ഇനി ഞാൻ കിച്ചണിൽ മോള് കളിച്ചോണ്ടിരുന്നാലും ഇടയ്ക്ക് ഇങ്ങനെ എന്നെ കാണാതാകുമ്പോൾ വീണ്ടും വരും കേട്ടോ. വന്നിട്ട് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോകും. ഇപ്പോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തരുന്നു മോളെ സ്ലാബിൻ്റെ പുറത്തിരുത്തി. ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിലത്തെ കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ അവിടെ ഈ ശീമച്ചക്ക എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഏതൊക്കെ നാട്ടിൽ ഏത് പേരാണെന്ന് എനിക്കറിയില്ല. ഒരു എന്തു പറയും, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞാൽ അറിയാൻ വയ്യ. അതിൻ്റെ ഇല ഇങ്ങനെ സ്റ്റിക്കിയാണ്, നമ്മുടെ ഡ്രസ്സിലൊക്കെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അങ്ങനത്തെ ടൈപ്പ് ഇലയാണ്. അതിങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഒരു ഗ്രീൻ കളർ ഫ്രൂട്ടല്ല, ഒരു വെജിറ്റബിൾ ആണ്. ഫ്രൂട്ടായിട്ട് കഴിക്കാറില്ല. അതിങ്ങനെ വറുക്കാനും അവിയൽ വെക്കാനും അവിച്ച് കഴിക്കാനും തീയിൽ വെക്കാനും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ സംഭവമൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സീസൺ ആകുമ്പോൾ അമ്മ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നിറയെ ചീമച്ചക്ക ഇങ്ങനെ എടുത്ത് അരിഞ്ഞ് അത് വറുത്ത് തരും, ചക്ക വറുത്ത് തരും, പിന്നെ വട ഉണ്ടാക്കി തരും. പിന്നെ അമ്മയുടെ കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇതുപോലെ, അന്ന് നമ്മളെ സ്ലാബ് ഭയങ്കര നല്ല നീളമാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഫുള്ള് മണ്ണിൻ്റെ ആയിരുന്നു. പിന്നെ നല്ല സിമെന്റ് ചെയ്ത്, ഇപ്പം മറ്റേ ഈ കബോർഡ് ചെയ്തിട്ട് മുകളിൽ സ്ലാബ് പോലെ ചെയ്യില്ലേ, അങ്ങനെയല്ല. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് മറ്റേ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ സംഭവം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ 3 പേരും അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അമ്മ ഇങ്ങനെ ചൂടായിട്ട് പൊരിച്ച് തരും. നമ്മളൊരു സൈഡിൽ പാത്രം വെച്ചിരിക്കും. നമുക്കിങ്ങനെ മറ്റേ ഹോട്ട് ഡെലിവറി കണക്ക് നമുക്കിങ്ങനെ കിട്ടിയിരിക്കും. ഓണത്തിനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. ഓണത്തിന് അമ്മ രാത്രി ഇങ്ങനെ ചിപ്സൊക്കെ വറുക്കും, കായുപ്പേരിയൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മൾ മിക്കവാറും ഞാനായിരിക്കും ഉറക്കം ഒളിച്ചിങ്ങനെ കാത്തിരിക്കുന്നത്. കാരണം എനിക്ക് പണ്ടേ എൻ്റെ ഉറക്കമൊക്കെ പോയതാണ്, എൻ്റെ റുട്ടീൻ സെറ്റല്ല. അപ്പോൾ ചേച്ചി എണീറ്റൊക്കെ അവർ ഉറങ്ങും. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ, ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സ്കൂൾ ടൈമിൽ നമ്മളപ്പോഴിങ്ങനെ ടി വി കണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കിയതും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി രുചിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒരു പാത്രത്തിൽ കൊണ്ടുവരും കേട്ടോ. അങ്ങനെയുള്ള മെമ്മറീസൊക്കെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളവിടെ മോളിങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ വിളിച്ച് കളിക്കും, പാട്ട് പാടി കളിക്കും, എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഇൻസ്ട്രുമെൻ്റ് ആക്കും. ഇതിപ്പോൾ ഇത് കിലുക്കാണ്, കിലുക്കി കൊണ്ട് പാട്ട് പാടണം കേട്ടോ. എൻ്റെ നൈസായിട്ട് പഞ്ചസാര ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഈ പഞ്ചസാര ഞാനങ്ങനെ കൊടുക്കാറില്ല അധികം. ഒന്നാമത് മോക്കിങ്ങനെ ഈ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് കഴുത്തിലിങ്ങനെ ബ്ലാക്ക് കളർ ഇത് വരുന്നുണ്ട്, വെൽവെറ്റ് പോലത്തെ സംഭവം. അങ്ങനെ ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ കട്ടിയുള്ള ഒരു ലെയർ പോലൊരു സംഭവം വരും കറുത്തിട്ട്. അതിങ്ങനെ മോള് ജനിച്ച സമയത്ത് അണ്ടർആംസ് ഒക്കെ നല്ല ഡാർക്കായിരുന്നു, നെക്കിൽ ചെറിയ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് വീണ്ടും, അപ്പോഴത്തേക്കും വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അമ്മ ഇങ്ങനെ മഞ്ഞളൊക്കെ ചെയ്തിട്ട് അതങ്ങനെ മാറി വന്നു. ഇത് മഞ്ഞൾ ചെയ്തതിൻ്റെ ആണോ അതോ ഈ വളർച്ചയുടെ സമയത്ത് മാറിയിട്ട് വീണ്ടും വന്നതാണോന്ന് അറിയാൻ വയ്യ കേട്ടോ. ഒരു 6 മാസമൊക്കെ ആയപ്പം ഇത് വീണ്ടും ചെറുതായിട്ട് വന്നു തുടങ്ങി. ഇപ്പം മോൾക്ക് 3.5 വയസ്സായി, നല്ല രീതിയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. തൈറോയ്ഡ് ഇതിന് മുന്നേ 2 തവണ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. തൈറോയ്ഡ് നോർമലാണ്. പിന്നെ പക്ഷേ എനിക്ക് ഡെലിവറി സമയത്ത് എനിക്ക് നോർമലി കൊളസ്ട്രോളോ ഷുഗറോ ഒന്നുമില്ല. ബിപിയുടെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളൂ. അത് പ്രഗ്നൻസിക്ക് മുമ്പും അങ്ങനെയാണ്, എനിക്ക് ലോ ബി പി ആയിരിക്കും എപ്പോഴും. അപ്പോൾ എനിക്കൊരു 8ാം മാസമൊക്കെ അവസാനമായപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ചെറിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മറ്റേ പോയിന്റ് സംതിങ് ഒരു ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളേ കഴിച്ചിട്ടുള്ളൂ. അതുള്ളത് കൊണ്ട് എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോളെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കും തൈറോയ്ഡ് ഉണ്ടോ. കാരണം ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഡെലിവറി സമയത്തൊക്കെ എനിക്കുണ്ടെങ്കിൽ അത് കുഞ്ഞിനും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ആയിരിക്കും, ഇൻസുലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പഞ്ചസാര, മുട്ടായി, ഐസ്ക്രീമൊക്കെ
ഉം, കൊടുക്കാറില്ല. ഞാൻ കൊടുക്കാറില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കുഞ്ഞല്ലേ, അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പോ മാസത്തിലൊരെണ്ണം അങ്ങനെയൊക്കെ ചിലപ്പോഴ് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും പിന്നെ നമ്മള് ഒരു കാര്യംന്ന് വെച്ചാൽ നമ്മള് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ നമുക്കതൊരു ബ്ലെസ്സിങ്ങാണ്. ഇപ്പോ നമുക്കൊരു ഒക്കേഷൻ വരുമ്പോ അത് കൊടുത്തേ പറ്റൂ. കാരണം ഒരു 10 കുട്ടികളൊക്കെയാണ്, എല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ്. നീ മാത്രം ഐസ്ക്രീം കഴിക്കേണ്ട, നിനക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ട്ന്ന് പറയുമ്പോ അത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും. അതല്ലാതെ ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പം ഞാനിപ്പോ കടയിൽ പോയിട്ട് വരാണ്, ഡെയിലി ഇങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കില് അത് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കാര്യം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് കേട്ടോ. അപ്പം കളിച്ചിട്ട് ദോശയൊക്കെ ചുട്ടു. ദോശ ചുട്ടിട്ട് എനിക്കുള്ള ഇത് പാലും മോൾക്കുള്ള പാലും സോറി എനിക്കുള്ള ചായയും മോൾക്കുള്ള പാലും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കുന്ന ഫുട്ടേജ് എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഇപ്പം നമ്മൾ കഴിച്ചതിന് ശേഷം താറാക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കുറച്ച്. അപ്പം അവരിങ്ങനെ ഒരു സമയം കഴിയുമ്പോൾ ഇങ്ങനെ തുറന്നു വിടും. ഇവരുടെ തന്നെ മുന്നത്തൊരു ബാച്ചുണ്ട്, അത് കുറച്ച് വലിയ ആൾക്കാരാണ്. അത് നമ്മൾ കൂട്ടിലടയ്ക്കാറില്ല. കാരണം ഇത് പ്രാവിനൊക്കെ ചെയ്ത കൂട്ടായതുകൊണ്ട് അതിന് ഇതില്ല കേട്ടോ, അത്രയും സ്ട്രോങ് അല്ല. അപ്പോൾ ഈ താറാവിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, ഒരെണ്ണം ഒരു 2-2.5 കിലോ ഒക്കെ വരും. അങ്ങനെ ഒരു 5-6 പേരുണ്ട്. അപ്പോൾ അത്രയും നിൽക്കാനുള്ള ഇത് വെയിറ്റ് ഇല്ല. പിന്നെ ഇവർ താറാവെന്ന് വെച്ചാൽ പാവങ്ങളാണ്, പക്ഷെ നിൽക്കുന്നിടം മൊത്തം നാശകോശ കുളമാക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാവിൻ്റെ കൂട്ടിലിരുന്ന് അത്ര പ്രാക്ടിക്കൽ അല്ല. ഇവർ കുഞ്ഞായതുകൊണ്ട് കിടക്കും കേട്ടോ. അങ്ങനെ അധികം ചെളിയാക്കും, ആക്കില്ല എന്നല്ല, പക്ഷേ മറ്റേ വലിയവരിടുന്ന അത്ര സേഫ് അല്ല. എന്നിട്ട് പ്രാവിനെയൊക്കെ നോക്കി, പ്രാവൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ തുടങ്ങിയോണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇവർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ മുട്ടയിടുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ സ്കൂൾ ടൈമിൽ എനിക്കൊരു പ്രാവുണ്ടായിരുന്നേ. എനിക്കിങ്ങനെ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയപ്പം തന്നേച്ചാണ്. അവിടെ ചേട്ടൻ ഇങ്ങനെ വളർത്തുമായിരുന്നു. അങ്ങനെ അപ്പച്ചിയുടെ അവിടെ പോയപ്പോഴത്തേക്കും എനിക്ക് തന്നേച്ചതാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ഇണക്കിയൊക്കെ വളർത്തി. വീട്ടിനകത്തൊക്കെ അവർ വരും, നമ്മളെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ ഇണക്കിയൊക്കെ വളർത്തി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിട്ടു, ഇത് മുട്ടയിട്ടു. മുട്ടയിട്ടപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എപ്പോഴും പോയി ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് നോക്കുമായിരുന്നു. സ്ഥിരം ഇങ്ങനെ അതിനെ ശല്യപ്പെടും. കാരണം ഞാനിപ്പോഴും ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആണ്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാളും വലിയ പ്രാവ്, കോഴി, കക്കപ്പച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനെ സ്ഥിരം ടോർച്ചടിച്ച് ഒരു കുഞ്ഞ് നശിച്ചുപോയി. ഒരു കുഞ്ഞ് വലുതായി പൂച്ച എടുത്തുകൊണ്ട്. പിന്നെ ഞാൻ പ്രാവ് അങ്ങനെ വളർത്തിയിട്ടില്ല. അതിനുശേഷം എപ്പോഴാണ് വളർത്തുന്നത്. അയ്യോ സോറി, അപ്പം വീഡിയോ ഒരുപാട് മുന്നോട്ട് പോയല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണേ. നീക്കുട്ടിനെ ഉറങ്ങിപ്പോയി കേട്ടോ. ആക്ച്വലി ഇപ്പം നേഴ്സറിയിലൊക്കെ പോകുന്നത് കൊണ്ട് മോളിങ്ങനെ കറക്റ്റായിട്ട് അവൾക്കൊരു റുട്ടീൻ ഇങ്ങനെ ഫോമായി വരുന്നുണ്ട്. ഇങ്ങനെ ഫുഡ് ഇത്ര മണിക്ക് ഫുഡ് കഴിക്കണം, അതിനുശേഷം ഇത്ര മണിക്കൂർ കിടന്നുറങ്ങണം. നേഴ്സറി ഡെയിലി ചെയ്യുമല്ലോ. അങ്ങനെ ആ റുട്ടീൻ ഫോമായി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വണ്ടിയിലിരുന്നപ്പോൾ തന്നെ നോർമലി പിള്ളേർ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോവും, കാറ്റൊക്കെ അടിച്ചിട്ടേ. നമുക്കേ ഉറക്കം വരും, പിന്നെയല്ലേ പിള്ളേർക്ക്. അങ്ങനെ മോൾ ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി ലാസ്റ്റ് എത്തിയപ്പോൾ എത്താറായപ്പം വിളിച്ചുണർത്തി. മോക്കെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര പിണക്കമില്ല. ഇപ്പം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാലും ഭയങ്കര നിർബന്ധവും കരച്ചിലും പിണക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഭയങ്കര നല്ല ഉറക്കത്തിലാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് പിണങ്ങിയിരിക്കും, ഹഗ് ചെയ്തിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങ് മാറും കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോൾ ഇത് ആനത്താവളത്തിലാണ് നമ്മൾ പോയത്. ചേട്ടൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നടത്തുന്ന സ്ഥലമായത്. ഫ്രണ്ടിൻ്റെ ഇത് ആനത്താവളമാണ്, ഒരു പാർക്ക് പോലെ സംഭവം. നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ പേ ചെയ്ത് ഒരു താലി പോലെ വാങ്ങി, അതായത് ഒരു പ്ലേറ്റ് ഇങ്ങനെ ഈ വെജിറ്റബിൾ കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ ആനയ്ക്ക് കൊണ്ട് കൊടുക്കും. വെജിറ്റബിൾ ഫ്രൂട്ട് നമ്മൾ വെള്ളരിക്കയും തണ്ണിമത്തനും ഒക്കെ ഇങ്ങനെ വാങ്ങി കട്ട് ചെയ്ത് തരും. അത് വാങ്ങി ആനയ്ക്ക് കൊടുക്കും കേട്ടോ. നമ്മൾ കുറേ നേരം അത് നോക്കി നിന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോയി. ഇത് എത്രയോ ഏക്കറുണ്ട് കേട്ടോ ഈ സംഭവം. നല്ല വലിയ സ്ഥലമാണ്. ഇതിനെ തന്നെ പല ഇതായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആനയുടെ ഏരിയ, പിന്നെ കുറച്ചിങ്ങനെ അല്ലാതെ ബേർഡ്സും അനിമൽസും ഉണ്ട്. അത് നമ്മൾ അകത്തോട്ട് പോയിട്ട് കാണിക്കാമേ. നമ്മൾ ആദ്യം ചെന്നുടനെ കണ്ടത് പാർക്കിലെ മോക്ക് ഈ ഇത് ഭയങ്കര ഇഷ്ടമാണ്, സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് നോർമലി ഒരു നമുക്കിങ്ങനെയുള്ള നെഗറ്റീവ് സൈഡ് പുറത്ത് പറയാൻ പാടില്ലെന്നാണ് പറയണമെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള അടഞ്ഞ സ്ഥലങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ എണീറ്റ് സ്വപ്നമൊക്കെ കണ്ട് ചാടി എണീക്കാറുണ്ട് ഇങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ചേട്ടൻ പറയും, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പിന്നീട് ഞാനും ആലോചിച്ചു,
മോള് കയറുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നോർമലി അവരെ ബ്രെയിനിൽ ഇങ്ങനെ ഫീഡാവും, ഇത് ഇങ്ങനെ എന്തോ ടെൻഷനുള്ള ഒരു പരിപാടിയാണ് ഇതിനകത്ത് കയറി വരുന്നത് എന്നുള്ളത് ഫീഡായി. പിന്നെ അവക്കും എൻ്റെ അതേ ഒരു അവസ്ഥ വരും എന്ന് കരുതി പിന്നെ പിന്നെ ഞാനങ്ങ് നോർമലായി. ഞാനിങ്ങനെ വെളിയിൽ മാറി നിൽക്കുകയുള്ളൂ, അവൾ ഇറങ്ങുമ്പം കാണാമെന്ന് കരുതി മാറി നിൽക്കുകയുള്ളൂ കേട്ടോ. നമ്മളെ ഫിയേഴ്സ് എല്ലാം കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കരുത്. ഇപ്പം നമുക്ക് ഇരുട്ട് പേടിയാണ്, ഒരു കുഞ്ഞ് ഇപ്പം മോള് ഇരുട്ടത്താണെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ആണെങ്കിലും ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരിടത്തും ലൈറ്റ് ഇല്ലെങ്കിലും ചെറിയ എന്തെങ്കിലും വെട്ടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കറണ്ടൊക്കെ പോകുമ്പോൾ കരയാതെ നമ്മൾ നിൽക്കുന്നിടത്ത് സൗണ്ട് കേട്ടിട്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ ഇരുട്ടത്ത് എന്തിനാ നടക്കുന്നത്, ഇരുട്ടല്ലേ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിയാക്കാനൊന്നും നിൽക്കാറില്ല. അത് നല്ല കാര്യമാണ്. നമ്മൾ പണ്ട് മറ്റേ അമ്മമ്മമാരും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇരുട്ടാണ്, ഇരുട്ടത്ത് പൂച്ചാണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേ. അപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. എന്ന് വെച്ചാൽ മതിലില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും പട്ടിയോ എന്തെങ്കിലും ജീവികൾ വരുമോ. നമ്മളൊക്കെ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഒരുപാട് വലിയ ഏരിയ ആണ് അവിടെ, വലിയ സ്ഥലത്ത് ഒരു വീടാണുള്ളത്. അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ പാടായിരിക്കുമല്ലോ, അവിടെ ഇങ്ങനെ വല്ല ചേരയോ പാമ്പോ പട്ടിയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളെയൊക്കെ പേടിയാക്കുന്നത്. നമ്മളും ആ പേടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമല്ല. അയ്യോ നിങ്ങൾ കാണുന്നത് എന്താ, ഞാൻ പറയുന്നത് എന്താ, എടാ നമ്മൾ അതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സിൻ്റെ സ്ഥലത്ത് പോയേ. അവിടെ നമുക്ക് അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനാണ് പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോയത്. അതും അവിടെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഗൈഡായിട്ടൊന്നും വർക്ക് ചെയ്യുന്ന ആളല്ല, അവിടെ എന്തോ പോസ്റ്റിലുള്ള ആളാണ്. ചേട്ടൻ്റെ പരിചയത്തിലുള്ളതായതുകൊണ്ട് നമ്മൾ കൂടെ ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. ഒട്ടകപ്പക്ഷി, ഒട്ടകപ്പക്ഷിയല്ലേ, അതെ ഒട്ടകപ്പക്ഷി നല്ല സൈസാട്ടോ, കാലൊക്കെ കാണണം, നല്ല മറ്റേ ആ ചേട്ടൻ പറയും പോലെ നിഹയുടെ മുഖം കണ്ടോ, നിഹയുടെ മുഖവും ഒട്ടകപ്പക്ഷിയുടെ മുഖം നോക്ക്. അപ്പം ബോഡി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല സൈസാ. പക്ഷേ മുഖം കണ്ടപ്പോൾ ഭയങ്കര ഒരു പിഞ്ചു കുഞ്ഞാണല്ലോ ഉള്ള ഫീൽ വരും. പക്ഷെ അവർ പറയും ഭയങ്കര ടെററാണ്, ഒരടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് പറയും. അത്രയ്ക്ക് അവർ തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് നോക്കുന്നത് കേട്ടോ. അവരെ ബ്രീഡിങ് ടൈമിൽ മാത്രമേ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് നിർത്തൂ, രണ്ടെണ്ണം ഒരുമിച്ച് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഉപദ്രവമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ചേട്ടൻ. അതിനുശേഷം നമ്മൾ ഈ മക്കാവോ നമ്മൾ ഈ ഈ തത്തയുടെ അടുത്ത് പോയി കേട്ടോ. ഈ തത്തയും വിരലൊന്നും വെക്കരുതെന്ന്, കൈയൊന്നും ഇങ്ങനെ വെക്കരുത്, കയ്യിൽ കടിക്കും എന്ന് പറഞ്ഞു. ആ ചേട്ടൻ പിന്നെ പോയി, എനിക്കൊന്ന് പേരയിലയാണെന്ന് തോന്നുന്നത്, ഒരു ഇല എടുത്തിട്ട് വന്ന് പേര് വിളിച്ചു. അപ്പോ അങ്ങനെ എന്തോ ആണ് പേര്. കുറച്ചു നേരം വിളിച്ചപ്പോൾ ആൾക്കാർ ഇന്നപ്പോൾ ഒരു മാറി നിന്നായിരിക്കണം. ആ ചേട്ടൻ ഒന്ന് രണ്ട് മണി വിളിച്ചപ്പോൾ ഇങ്ങനെ നടന്നു വന്നു കേട്ടോ. നടന്നു നീ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്നാകുമ്പോൾ ഒരിക്കൽ കൂടി കൊണ്ടുപോകണം. ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഇനി ചേച്ചിയൊക്കെ വന്ന് മക്കളൊക്കെ ഉള്ളപ്പോൾ അവര് സെയിം ബാച്ചിലുള്ളവരാകുമ്പോഴേ കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് തോന്നുള്ളൂ. അങ്ങനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ കോഴിയുടെ വിഭാഗത്തിൽ തന്നെയുള്ള പല മറ്റേ ഫിനിക്സ് ടൈപ്പ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആളാണ് കേട്ടോ. മറ്റേ കുഞ്ഞാട്, നമ്മളെ ഈ പട്ടിയിലെ ഡാഷിന് പോലെ ആടില് ഒരു സംഭവം, അതിന്റെ പേര് എനിക്കറിയാൻ വയ്യ, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. എനിക്ക് എപ്പോഴെങ്കിലും വാങ്ങണം. ഈ ആന, ഇത് നിങ്ങളത് നോക്കണം. ആനയുടെ കാല് കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ ഫോട്ടോ എടുക്കാന്നും പറഞ്ഞ് അടുത്തോട്ട് ഇങ്ങനെ പോയപ്പോൾ ചേട്ടൻ പറയും ഫോട്ടോ എടുക്കരുത്, അടുത്തോട്ട് പോരുത്. ആ രണ്ടാനയും മതം പൊട്ടി നിൽക്കൂലേ, മതം വന്നിട്ട് അവരെ കെട്ടിയിട്ടേക്കുന്നതിന്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അവരുണ്ടല്ലോ അവിടുത്തെ മടലൊക്കെ എടുത്ത് എറിയുന്ന എങ്ങനെ ഈ ജാവലിൻ ത്രോ ഒക്കെ നമ്മൾ എറിയാറില്ലേ, അത് കണക്ക് നല്ല രസമായിട്ട് നമ്മൾ പുറത്തോ മുഖത്തോ അങ്ങനെ മടലിന്റെ എന്ന് വെച്ചാൽ ഒരു ഫുള്ളും മടൽ ഇങ്ങനെ പറന്ന് നമ്മൾ മുഖത്ത് അങ്ങനെ കുത്തിവെക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുക, ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ പാർക്ക് കയറി. അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകം സെയിം അവസ്ഥ, ഈ ചൂടൊക്കെ കൊണ്ടായിരിക്കും എല്ലാം മതം പൊട്ടിക്കായിരുന്നു. അതിനകത്ത് തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. പിന്നെ നമ്മൾ പോയി കോഫി കുടിച്ചു, ചേട്ടൻ കോഫി, ഞാൻ ചായ, മോക്കൊരു ഐസ്ക്രീമും വാങ്ങി. അങ്ങനെ അതിനുശേഷം നമ്മൾ വീണ്ടും പാർക്കാണ് മെയിൻ. എവിടെ പോയാലും നമ്മി എങ്ങനെ പറയും, ഒരു 2 മിനിറ്റ് പാർക്കിൽ പോയാലോ, സ്ലൈഡിൽ പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഇതെനിക്ക് വീണ്ടും ഞാനിങ്ങനെ ഇതില് മോള് കയറുന്നോന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ട് എനിക്ക് പേടി, ഞാനിങ്ങനെ താഴേന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ പേടി ഞാൻ വെളിയിൽ കാണിക്കുന്നില്ല, അവൾക്കും കൂടെ പേടിയൊക്കെ ഉണ്ടാന്ന് എഴുതിയിട്ട് കേൾക്കാമോ കാണാമോ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് അവളിങ്ങ് വന്നു കേട്ടോ.
അയ്യോ! എനിക്ക് ഭയങ്കര ഇതാ ഈ കമ്പ് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ പിടിച്ചിട്ട് ജാവലിൻ ത്രോ കണക്ക് വെച്ച് എറിഞ്ഞരും. ഇത് 1, 2 തവണ എറിയുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോന്നറിയാൻ വയ്യ. അടുത്ത് നിൽക്കുന്ന ആനയ്ക്കൊക്കെ എറിഞ്ഞു കൊടുക്കും. അതിനായിട്ട് കമ്പിട്ട് കുത്തും. ഒരു വല്ലാത്ത സൈക്കോ അവസ്ഥ. അതിനുശേഷം ഇത് ആ ആനയല്ല, മതമുള്ള ആനയല്ല. ഇത് വേറൊരു ആനയാണ്. അവിടെ എനിക്കൊന്ന് 4, 5 ആന ഇപ്പൊ ഉണ്ട്. പക്ഷെ അവിടെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഈ ഉത്സവത്തിന് കൊണ്ടുപോകും. അങ്ങനെ ഈ ആന ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ എന്നുവെച്ചാൽ ആനയെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസിനൊക്കെ നമ്മളിങ്ങനെ ഈ ആനയെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ വാടകയ്ക്ക് എടുക്കാൻ അയ്യോ അങ്ങനെയാണോ പറയുന്നതെന്ന് അറിയാൻ വയ്യ. ആനയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരൂലേ? അപ്പം അവരെ കൂടെ വിടാറുണ്ട്. അങ്ങനെ കുറച്ച് ആന പോയേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ സമയം വൈകിട്ടും പാർക്കിൽ നിന്ന് ഇറങ്ങുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞാലും തിരിച്ചെത്തി തന്നെ പാർക്കിലോട്ട് തന്നെ വരും. ഈ പ്രായത്തിലെ മക്കളുള്ളവർക്ക് ഇത് പെട്ടെന്ന് ഞാൻ പറയുന്നത് എന്താ സംഭവം എന്ന് മനസ്സിലാവും. അങ്ങനെ എന്നിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ നമ്മള് വേറൊരു സൈഡിൽ കൂടെ അകത്ത് കയറി വന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറ സൈഡിൽ കൂടെ. അപ്പൊ ഈ ഒരു പാർക്ക് പോലത്തെ ഏരിയ കണ്ടില്ല. തിരിച്ചിങ്ങനെ എക്സിറ്റ് വരുന്ന ഈ വഴിയാണ്. അപ്പൊ ഊഞ്ഞാല് വീണ്ടും പാർക്ക് വീണ്ടും സ്ലൈഡ്. പിന്നെ കുറച്ച് നേരം കൊണ്ട് വരുന്നു. അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഇരുട്ട് കേട്ടോ. അതിനകത്ത് മരം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഇരുട്ടായിട്ട് തോന്നി. വെളിയിൽ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കുറച്ചുകൂടി ഓപ്പൺ ഏരിയ ആകുമ്പോൾ കുറച്ചുകൂടി വെട്ടമായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. ഹൈവേ ഒക്കെ പണി നടക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ പണി കഴിഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ വീട് തിരുവനന്തപുരത്താണ് കേട്ടോ. നെടുമങ്ങാടെന്ന് പറയും തിരുവനന്തപുരത്ത്. ഞാൻ താമസിക്കുന്നത് കൊട്ടിയത്ത്. ഹസ്ബൻഡിന്റെ വീട് കൊല്ലത്താണ് കൊട്ടിയത്ത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എന്ന് വെച്ചാൽ ഭയങ്കര സുഖമാണ് പോകാനായിട്ട്. പെട്ടെന്ന് അങ്ങെത്തും. ഹൈവേ ഏകദേശം ഓക്കെ ആയതുകൊണ്ട് അതിനുശേഷം നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും അക്വേറിയത്തിൽ കയറും. അങ്ങനെ അക്വേറിയത്തിൽ കയറി